ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന ചോലെ ഭട്ടൂര ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യം നമുക്ക് ഭട്ടൂരൊക്കെ കുഴച്ച് വെക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദക്ക് പകരം ആട്ട എടുക്കാം. ഇനിയിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിയുള്ള തൈരും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുളിയില്ലാത്തതും കുഴപ്പമില്ല. ഇനി ഇത് ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ ചൂട് കൂടിപ്പോയാൽ ഈ മാവ് പൊങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് മൂടി വെച്ച് 2 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ഗ്രാം വരും. അപ്പോൾ കടല ഒരു 4 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ മതി, അപ്പോൾ വെന്ത് കിട്ടും. ആ സമയത്ത് തന്നെ നമുക്ക് ചോല മസാല റെഡിയാക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കുരുമുളക് 3/4 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ, പെരുംജീരകം 3/4 ടീസ്പൂൺ, 1 ബേ ലീഫ്, പട്ട ഒരു 3 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു ഒരു 7 എണ്ണം ഇട്ട് കൊടുക്കുന്നത്, 2 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. കടല വെന്തിട്ടുണ്ട്. അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് വെക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട, വേറെ ഏത് ഓയിലും ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് 2 ഉള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചമുളകിൻ്റെ എല്ലാം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നവരെ ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് പേസ്റ്റാക്കിയതാണ്. 2 തക്കാളി പേസ്റ്റാക്കി, തൊലിയൊന്നും എടുക്കണ്ട, അതുപോലെ തന്നെ പേസ്റ്റാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്തിട്ട് ഒന്ന് ആ വെള്ളമെല്ലാം ഡ്രൈ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പൊടിച്ച് വെച്ച ആ ചോല മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ച് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഭട്ടൂരൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം.
ഇനി ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി കത്തി കൊണ്ട് ഇതുപോലെ പീസാക്കി 4 പീസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇതുപോലെ 4 പീസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. നോർമലി ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫേവറേറ്റ് കോംബോ ആണ്. അവർ പൂരി പോലെ റൗണ്ടിൽ പരത്തിയാണ് ചുട്ടെടുക്കൽ. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ഭാഗത്ത് ബട്ടൂര ഉണ്ടാക്കൽ ഇതുപോലെ ഒരു പൂരി പോലെ പരത്തി 4 പീസാക്കി എടുക്കും. അപ്പോൾ എല്ലാ ബട്ടൂരയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ റൗണ്ടിലും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം, അല്ലെങ്കിൽ പൊങ്ങി വരില്ല. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി അടിഭാഗം നല്ല ബ്രൗൺ കളറായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് റൗണ്ട് ഷേപ്പിലും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫേവറേറ്റ് ചോലെ ഭട്ടൂരെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.